بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഓതുന്ന സുഹൃത്താണ്. മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തീസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സുഹൃത്താണ് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തീസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സുഹൃത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. കാരണം ഇത് ഒരാൾ ഓതിയാൽ, രാവിലെയും വൈകുന്നേരം ഓതിയാൽ അയാൾക്ക് ഒരിക്കലും കുഫ്ർ ഉണ്ടാവില്ല. കുഫ്ർ ശിർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനവും കുഫ്രിലേക്ക് പോകുന്ന ഒരു പ്രവർത്തനവും അയാളിൽ നിന്നും ഉണ്ടാവില്ല. മാത്രമല്ല, അത് ഒരു ദിവസം ഒരാൾ ഓതിയാൽ അന്നത്തെ ദിവസം ശൈത്താനി ഏറ്റവും അധികം ദ്വേഷപ്പെടുകയും അട്ടഹാസിക്കുകയും കരയുകയും ചെയ്യുന്ന ദിവസമാണ്. കാരണം ആ മനുഷ്യനെ തൊട്ടു നോക്കാൻ കഴിയില്ല, ആ ഇബ്ലീസിനെ തൊട്ടു നോക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ഭയങ്കര ബേജാറും കരച്ചലും അട്ടഹാസവും ഇബ്ലീസിന് ഉണ്ടാവുന്ന അങ്ങനത്തെ സൂറത്താണ് സൂറത്തുൽ കാഫിർ. ഏതായാലും ഇബാദത്ത് അല്ലാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്ത്, ആ ഇബാദത്തിൽ മറ്റുള്ള ആളുകൾക്ക് പങ്കു ചേരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ സൗഹൃദം എന്നത് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വിളംബരമാണ് ഈ സൂറത്തുൽ കാഫിറൂനിലൂടെ അല്ലാഹു തആല നടത്തുന്നത്. ഇബാദത്ത് എന്ന് പറയുമ്പോൾ അറിയാം, അഫ്ളലുൽ അഅമാലിൽ ബദനിയ, നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നിസ്കാരം. നിസ്കാരം അതാ പറയുന്നത്, ഒരു കൊല്ലം നമ്മൾ നിസ്കരിക്കാം, ഒരു കൊല്ലം നീ 54,000 ഒരു കൊല്ലം നമ്മൾ നിസ്കരിക്കാം, ഒരു കൊല്ലം നിങ്ങൾ 54,000 മതി, പിന്നെ മറ്റൊരു കൊല്ലം പിന്നെ രണ്ടാമത് നിസ്കാരം, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. നിസ്കാരം എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും ഒത്തുകൂടിയ പരിപാലനം. നിസ്കാരത്തിൽ ഇസ്ലാമിന്റെ 5 കാര്യം, ഇസ്ലാം കാര്യങ്ങൾ 5 അല്ലെ, കണ്ടുപിടിച്ചോ? ഇസ്ലാം കാര്യങ്ങൾ 5 നോക്കേണ്ടത് പ്രധാന. ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്, പണ്ട് പഠിച്ചു വെച്ചാൽ. അപ്പോ നമ്മുടെ ഈ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഇസ്ലാം കാര്യങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടിയതാണ്. ഇല്ലേ? നിസ്കാരത്തിൽ 5 ഉണ്ട്, പിന്നെ നോമ്പുണ്ട്, നിസ്കാരം തന്നെ, പിന്നെ ഷഹാദത്ത് കലിമ, അതുണ്ട്, അതെല്ലാം ഷഹാദത്ത് കലിമ നിസ്കാരത്തിൽ. രണ്ടാമത്തെ നിസ്കാരമാണ്. നിസ്കാരം തന്നെ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ. മൂന്നാമത്തേത് സക്കാത്താണ്. എന്താണ് നിസ്കാരത്തിലുള്ള സക്കാത്ത്? നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള സക്കാത്ത് എന്താണ്? കൊടുക്കൽ. നിസ്കാരത്തിന് കൊടുക്കലുണ്ട്. കൊടുക്കൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിലൂടെ നാം സമർപ്പിക്കുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ നമ്മുടെ കിഡ്നി ഫെയിലായി, ഉദാഹരണത്തിന് അള്ളാഹു നമ്മെ സലാമത്താക്കും. എക്സാമ്പിൾ പറയാം, നമ്മുടെ കിഡ്നി ഫെയിലായി, രണ്ടും പോയി. നമ്മുടെ കയ്യിൽ അത് മാറ്റിവെക്കാനുള്ള ഒരു പൈസ, അത് ഒരു 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് പറയുന്നത്. അത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ഈ പൈസ ചെലവഴിച്ച് നഷ്ടപ്പെട്ടു പോയ ആ വൃക്കത്തിന്റെ സ്ഥാനത്ത് വേറെ വൃക്കം വെച്ചു കൊടുക്കണം. അതിന് കൊടുക്കുന്ന പൈസ എത്രയാണ്? 50 ലക്ഷം. അതാണ് പറയുന്നത്. 50 ലക്ഷം കൊടുത്തിട്ട് ഞാൻ വെക്കും. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത് വെച്ചത്? ഇത് വെച്ചത് എന്തിനാണ്? ഇത് മാറ്റി വെച്ചത് എന്തൊരു ആവശ്യത്തിനാണ് ഇതിന് വെച്ചത്? ഇതിനാണ് അറിയാം. എനിക്ക് കുറച്ച് കൊല്ലം ജീവിക്കണമെന്നാണ്. എനിക്ക് കുറച്ച് കൊല്ലം ജീവിക്കണം, 2 കൊല്ലം, ഒരു 5 കൊല്ലം, ഒരു 10 കൊല്ലം എനിക്ക് ജീവിക്കണം. ഈ 10 കൊല്ലത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനിയുള്ള ആയുസ്സുകാലം എനിക്ക് നല്ല രൂപത്തിൽ ജീവിക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ 50 ലക്ഷം മനുഷ്യൻ ചെലവഴിക്കും. അല്ലേ? വേറെ എന്തെങ്കിലും ലക്ഷം വെറുതെ ആരെങ്കിലും പൈസ തീർക്കും? പൈസ വെറുതെ തീർക്കൂല. ഹോസ്പിറ്റലിൽ പോയി, ഒരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയി കിടന്നിട്ട് ആ ഡോക്ടർമാർ ചോദിക്കുന്ന പൈസയും കാര്യങ്ങൾ ഇങ്ങനെ പോയി വാങ്ങി കൊടുക്കണം. ചോദ്യം ചോദ്യം പണ്ടി കൊടുക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ ആ 2 കൊല്ലത്തിനൊക്കെ 10 രൂപ കൂടുമ്പോൾ ഭയങ്കര ഒച്ചപ്പാട്. അതെന്താ കൂടി, അതെത്ര കൊടുത്തു, ആദ്യം മാറ്റിക്കാരൻ ഓർമ്മ ചോദിക്കും. ഇവിടെ പണിന്റെ അടുത്തുള്ളവരോട് ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞു, അത് പറഞ്ഞു, സാർ ഞാൻ പോമ്പ് കണക്കൂട്ടിയത് 1 ലക്ഷത്തിന്റെ ഉള്ളിൽ, ഞാൻ ചെറിയ വയറ്റിലൂടെ ചെറിയ ഒരു നമ്പർ വന്നിട്ട് പോയതാണ്. അങ്ങനെ ബില്ല് വന്ന് നോക്കുമ്പോൾ തന്നെയാണ് 2 ലക്ഷത്തി ചില്ലറ, ടോട്ടലായിട്ട് 2,35,000. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡിസ്കൗണ്ട് എന്തെങ്കിലും ആയ? അവർ 5,000 രൂപ ഡിസ്കൗണ്ട്, 2,30,000 രൂപ അടച്ചിട്ട് വന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും നടക്കണ്ടായി, ഇത് ചോദിക്കാനുണ്ടോ? ഇല്ല, അവർ ചോദിച്ച പൈസ കൊടുത്തു വന്നു. എന്ത് കാരണം? കാരണം എനിക്ക് കുറച്ചു കൊല്ലം ജീവിക്കണം. ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പൈസകൾ മുഴുവനും ചെലവഴിച്ചത്. അപ്പൊ എന്താ ഇവിടെ
ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സമയം. സമയം അത് വിലപ്പെട്ടതാണ്. സമയം അത് വിലപ്പെട്ടതാണ്. ആ സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൈസകൾ ഞാൻ ചെലവഴിക്കുന്നത് എങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിലുള്ള ഏറ്റവും വലിയ സകാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കണം. ഒരു ദിവസം 24 മണിക്കൂർ. ആ 24 മണിക്കൂറിൽ 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരത്തിന്റെ ഇടയിൽ 17 റക്അത്താണ്. 17 റക്അത്താണ്. ഈ 17 റക്അത്ത് നമ്മളെ പോലെ ഇതേ 5G കാലത്ത് നിസ്കരിക്കുന്നവർക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് നിസ്കാരം നമുക്ക് അങ്ങനെ നിസ്കരിക്കുന്ന ഏതൊരു മനുഷ്യനും അതിന് വേണ്ടിയിട്ട് ഒരു റക്അത്തിന് 1 മിനിറ്റ് വെച്ചാല് 17 റക്അത്തിനെതിരായി 17 മിനിറ്റ്. ഒരു ദിവസത്തിൽ 17 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ 24 മണിക്കൂറിൽ നിന്ന് സക്കാത്ത് കൊടുക്കണം. അതാണ് സക്കാത്ത്. നിസ്കാരത്തിന്റെ ഇടയിലുള്ള സക്കാത്തിലാണ് എന്ത്? നമ്മുടെ സമയം അള്ളാഹുവിന് വേണ്ടി നീക്കി വെക്കും. പല സമയം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യനും ഇതാണ് താല്പര്യമില്ലാത്ത ആൾക്ക് ഖുർആൻ പറഞ്ഞവന് നിസ്കാരം അത് ഭക്തിയുള്ള ആളുകൾക്കല്ലാതെ മറ്റുള്ള ആളുകൾക്ക് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമാണ്. നോക്കി നമ്മുടെ പള്ളിയിൽ സ്വലാത്ത മജ്‌ലിസ അല്ലെങ്കിൽ ഉറൂസ് മജ്‌ലിസ അല്ലെങ്കിൽ നബിദിന പരിപാടിയ അതൊക്കെ ഉണ്ടായാൽ എത്ര നേരം വേണമെങ്കിലും ചട്ടി കൊടുക്കാൻ ഞങ്ങളുണ്ട്, ചോറ് വെക്കാൻ ഞങ്ങളുണ്ട്, അതിന് വളമ്പി കൊടുക്കാൻ ഞങ്ങളുണ്ട്, ചട്ടി ഏടുകൊണ്ടുള്ള ഞമ്മ കൊണ്ടുവന്നു ഇടം കൊടുക്കും. എല്ലാ ഉഷാറാണ്, എല്ലാ ഉഷാറാണ്. പക്ഷെ അതിന്റെ ഇടയിൽ നിസ്കാരത്തിന് നിസ്കരിക്കുമ്പോ ഭയങ്കര എല്ലാ പണികളും എങ്ങനത്തെ പണി വേണം. രാത്രി എത്ര നേരം ഇരിക്കും. എന്നാലും ആ രാത്രി ഇശാന്റെ സമയമാകുമ്പോ 4 റക്അത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പൊ എന്തെങ്കിലും പണിന് വേണ്ടിട്ട് വേണം. അതുപോലെ പള്ളിനെ മുറ്റത്തുള്ള ആളാണ് എന്ത് പള്ളിന് കാര്യമില്ല. നിസ്കാരം അങ്ങനെയാണ്. എല്ലാവരും കൊണ്ടും അത് സമർപ്പിക്കാൻ പറ്റുന്നതല്ല. ഇഖ്ലാസുള്ള ആളുകൾക്ക്, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പമാണ്. അല്ലാത്ത ആളുകൾക്ക് ഭയങ്കര ഭാരമാണ്. മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വലിയ മഹാനാവാൻ കാരണം അറിയോ? ചെറുപ്പക്കാരനായ സമയത്ത് ഭയങ്കര ലൈനടിക്കാരനായിരുന്നു അബ്ദുല്ലാഹി മുബാറക്. ഏത് പെണ്ണ് കണ്ടാലും ഒന്ന് ലൈനടിക്കാതെ വിടും. പണ്ടത്തെ കാലല്ല, പണ്ട് വാട്സപ്പ് മതി. പല വാട്സപ്പ് ചാട്ടിക്കൽ എന്റെ സെറ്റിംഗ് വാട്സപ്പിലും ട്വിറ്ററിലാണ്. പണ്ടത്തെ കാലം പണ്ട് കാലം കണ്ടിട്ടിങ്ങനെ സെറ്റാൻ കൊണ്ടല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു പെണ്ണിന്റെ ബാക്കിൽ ഓടി. പിടിക്കാനൊന്നല്ല, നോക്കാനോ ഒരു കുസിയല്ല. പെണ്ണിന് സൗണ്ട് കേൾക്കാൻ ഒരു കുസിയാണ്. പിന്നെ പെണ്ണിനെ നോക്കാൻ ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരു പെണ്ണിന്റെ ബാക്കിൽ ഓടി. അങ്ങനെ കൂടെ പല നിസ്കാരമുണ്ട്. അങ്ങനെ ഇശാന്റെ സമയമാകുമ്പോ പള്ളിന്റെ ബാക്കിയായിട്ട് അടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇശാ നിസ്കാരമാണ്. അങ്ങനെ കിതാബിന്റെ ചരിത്രമാണ്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോ ഇശാ നിസ്കാരം ആ പള്ളിന്റെ ഉസ്താദ് ഭയങ്കര നീട്ടി നിസ്കരിക്കുന്ന ആളാണ്. ഇശാ നിസ്കാരത്തിന് ഭയങ്കര ലോക സൂറത്ത് കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിട്ട് കുടുങ്ങി. കാരണം സൂറത്ത് വലിയ സൂറത്ത്. അബ്ദുല്ലാഹി ഇബ്നു തങ്ങളുടെ മനസ്സിലെന്താ പേടിയാണ്. അതിന്റെ ഇടയിൽ ഇതൊന്നും തീരട്ടെ എന്ന് കരുതിയതാണ്. നിസ്കാരം ഭയങ്കര ലോക നിസ്കാരം, തീരാത്ത നിസ്കാരം. അങ്ങനെ ബേജാറായി. പള്ളിയിടക്കാൻ ഞാൻ നെറ്റി കൂടി. നമുക്കാരുടെ നിസ്കാരം കൂടുമ്പോ തുറക്കൽ വേണം, ചോദിക്കൽ വേണം. നമ്മൾ ഈ ചോദിച്ചാൽ നിസ്കാരം എവിടെ പോകുന്നറിയില്ല. ഓരോരുത്തർ ചോദിച്ചാലാണെങ്കിൽ ജോലിയാണ്. പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു ഓരോ ഉപ്പമാന നിർബന്ധത്തിന് വേണ്ടി പള്ളിക്ക് വരുന്ന ആളുകൾ. ഓരോരുത്തർക്കും നമുക്ക് തന്നെ ഭയങ്കര ഭേദമാണ്. ഇത് പല്ല് തേക്കാതെ വന്ന് ഇവന് അടുത്തവനും എല്ലാം പോയി പല്ലും തേക്കാതെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ കൊട്ടമായിട്ടാല് നിസ്കാരത്തിനാണ് ബോധമില്ല. അന്നത്തെ നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് ഏതായാലും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പോയി. പെണ്ണിന്റെ നോക്കുമ്പോ വലിയ പറയാണ്. പെണ്ണ് എപ്പോഴും വെയിലടിക്കുന്ന പോലെ തന്നെ വലിയ പറയാ. പെണ്ണ് പറഞ്ഞ മുകളിലാണ്. ആനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പുറത്താണ്. അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. എല്ലാവരുടെ ബന്ധാണ്. അപ്പൊ എന്തായി, അന്ന് മോളിൽ പെണ്ണ് താഴെക്കരയിടിക്കലും താഴെ അബ്ദുല്ലാഹി തങ്ങൾ ഓർക്കും ഇങ്ങനെ നോക്കിക്കാൻ ആസ്വദിച്ച് അതിന്റെ ഇടയിലാണ് ഭാഗ്യം. അതിന്റെ ഇടയിലാണ് ഭാഗ്യം വെക്കുന്നത്. ആനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ത് വാങ്ങാണ്? സുബൈന്റെ വാങ്ങാണ്. ഈ സുബൈ ആയതറിഞ്ഞില്ല. ഇശാക്ക് നിസ്കാരത്തിന് 3 മിനിറ്റ് കൂടിയിട്ടാകുമ്പോ എന്തെല്ലാം ഈ ഇശാ മുതൽ സുബൈ വരെ എന്നിട്ട് പെണ്ണിനെ നോക്കിയപ്പോ സമയം പോലെ അറിഞ്ഞില്ല. സുബൈ വാങ്ങ് കൊടുക്കും. ഹൈറുണ്ടാവും വിളിക്കുമ്പോഴാണ് സുബൈന്റെ വാങ്ങ് കൊടുക്കുന്നത്. ആനായ അബ്ദുല്ലാഹി റളിയല്ലാഹു ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു 3 മിനിറ്റ് കൂടിയപ്പോ എന്റെ വികാരങ്ങളും എന്റെ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെയും മാറി. പക്ഷെ ഈ പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി മുതൽ പകല് വരെ നിന്നപ്പോ എന്റെ സമയം പോയത് അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്.
ഞാൻ എന്തൊരു വിദ്യ, എന്റെ സമയം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? ഇതേ സമയം എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് എത്ര വലിയ നേട്ടം കിട്ടുമായിരുന്നു. അന്ന് മുതൽ പ്ലാറ്റ്ഫോം മാറ്റി. പെണ്ണിനെ സ്നേഹിച്ച, പെണ്ണിന്റെ പിന്നിൽ ഓടി നടന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പിന്നെ ആ സ്നേഹം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അതാണ് അതിന് ശേഷം 40 കൊല്ലക്കാലം തുടരെയായി സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു. 40 കൊല്ലത്തിന്റെ ഇടയിൽ ഒരു ദിവസം പോലും സുബഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടില്ല. മാത്രമല്ല 40 കൊല്ലക്കാലം എല്ലാ രാത്രിയിലും 1000 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പതിവാക്കി. ചെറിയൊരു കാരണം കൊണ്ട് അല്ലാഹുവിലേക്ക് കയറി പോകുന്ന ആളുകൾ പറഞ്ഞു വന്നത് നിസ്കാരത്തിന്റെ ഇടയിൽ സക്കാത്ത് ഉണ്ട്. എന്താ സക്കാത്ത്? സമയം അല്ലാഹുവിന് വേണ്ടി നീക്കി വെക്കണം. അതുപോലെ നിസ്കാരത്തിന്റെ ഇടയിൽ നോമ്പുണ്ട്. നോമ്പ് പിന്നാലെയാണ്. നോമ്പല്ലല്ലോ കൈ കെട്ടി തിന്നാ പിന്നെ കുടിക്കാനില്ല, പിടിക്കാനില്ല, തിന്നാനില്ല, നോമ്പാണ്. നിസ്കാരത്തിന് ഹജ്ജുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ കഅബയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ നാം നിൽക്കുന്നത് എവിടേക്കാണ്? കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മുടെ നിസ്കാരം, അല്ലെ? അപ്പൊ ഈ നിസ്കാരത്തിന്റെ ഇടയിൽ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ നിസ്കരിച്ച് സലാം കിട്ടുമ്പോ അയാൾ പെർഫെക്റ്റ് ആയ ഒരു മുസ്ലിം ആയിട്ടാണ് അയാൾ വിരമിക്കുക. ഇങ്ങനെയുള്ള ഈ വാദത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്തൊരു വിഷയമാണ്? അതൊരിക്കലും പറ്റിയതല്ല. സത്യനിഷേധികളെ, ഒരിക്കലും മുഹമ്മദാകുന്ന എന്നെയോ എന്നെ അനുഗമിച്ച് എന്നെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളെയോ ഒരിക്കലും നിങ്ങളുടെ ഈ സൗഹൃദത്തിന് കിട്ടൂല എന്ന വിളംബരമാണ് സൂറത്തുൽ കാഫിറൂൻ നമ്മോട് നടത്തുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഒത്തുകൂടുന്ന ആ രൂപത്തിൽ ആ ഒരു ചിന്തയോടെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങൾ സമർപ്പിക്കാനും നിർവഹിക്കാനും റബ്ബേ മരണം വരെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നിസ്കരിച്ച നിസ്കാരങ്ങൾ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാഹ്. ഇനിയും മരണം വരെ അല്ലാഹുവേ ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. എത്രയോ ആളുകൾ രോഗം കാരണം നിസ്കരിക്കാൻ കഴിയാതെ, പള്ളിയിൽ വരാൻ കഴിയാതെ പടച്ചവനെ വീട്ടിൽ നിസ്കരിച്ചിരുന്ന ഉമ്മമാർ അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് നിസ്കരിക്കാൻ കഴിയാതെ വരാകുമ്പോ അല്ലാഹ് ആരോഗ്യമുള്ള സമയത്ത് എങ്ങനെയാണോ അവരുടെ ഇബാദത്തിന്റെ നിലപാടുകൾ ഉണ്ടായിരുന്നത് അതേ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗികളായി കഴിയുന്ന എത്രയോ ആളുകൾ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നു, വീടുകളിൽ കിടക്കുന്നു. പലരും വസിയ്യത്ത് ചെയ്തവരാണ്. രോഗശമനം നൽകണേ അല്ലാഹ്. രോഗത്തിന്റെ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹ് പ്രത്യേകിച്ച് ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ മുതലാളിപുത്തൂരുകാരനായ ശംസു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വേണ്ടി ദ്വാരത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഇന്നലെ വിവരമറിഞ്ഞു ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അല്ലാഹുവേ, നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. റബ്ബേ, പ്രവാസിയുടെ ഒരു മരണം കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത മരണമാണല്ലോ. വലിയ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി റബ്ബേ അങ്ങോട്ട് പോയ ആളുകൾ മയ്യത്തായി തിരിച്ചു വരുമ്പോ റബ്ബേ, ഏതൊരു ഭാര്യക്കും ഏതൊരു മക്കൾക്കും ഏതൊരു ഉമ്മാക്കും സഹിക്കാൻ കഴിയൂല. അല്ലാഹ്, നമ്മുടെ കുടുംബങ്ങളായ അധ്വാനിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ ഉണ്ട്. ഒരു രോഗം കൊണ്ടും അവരെ നീ തളർത്തല്ലേ അല്ല, ഒരു അപകടത്തിലും അവരെ നീ കൊടുത്തല്ലേ ഉണ്ട്. അതുപോലെ ഞങ്ങളെയും നീ കാക്കണേ അല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് റബ്ബേ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട അനിവാജിയുടെ നേതൃത്വത്തിലായി ആ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോകാൻ ഒരുപാട് ഉമ്മമാർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ പരിചയക്കാരും അല്ലാത്തവരുമായ പലരും യാത്ര ഉദ്ദേശിക്കുകയാണ്. പടച്ചവനെ അവരുടെ യാത്രയിൽ വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ ആനന്ദത്തോടെ അവരാഗ്രഹിച്ച സ്വപ്നങ്ങൾ പൂവണിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ അവർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമുക്കും അല്ലാഹ് ആ പരിശുദ്ധമായ മണ്ണിൽ എത്തിപ്പെടാനും ഉംറ ചെയ്യാനും ഹബീബായ തങ്ങളൊന്ന് സിയാറത്ത് ചെയ്തിട്ട് ഹബീബായ തങ്ങളുടെ മുന്നിലൊന്ന് റബ്ബേ കരഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം സ്വലാത്തിനെല്ലാവരും റബ്ബേ ആ റൗളയിൽ നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചെയ്തവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും, ചെയ്യാത്ത ആളുകൾക്ക് റബ്ബേ ഒരിക്കലെങ്കിലും ആ പൂ മണ്ണിൽ എത്തിപ്പെടാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه